നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ച് അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരത്താണി നടുവട്ടം റോഡിൽ കൊള്ളന്നൂർ കുന്നത്തുകാവിനു സമീപമാണ് കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. തളി കടുകശ്ശേരി തച്ചംകുന്ന് സഫിയ വധക്കേസിൽ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്വർണം വിറ്റ എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കടുകശ്ശേരി വെട്ടുകാട്ടിൽപ്പടി വീട്ടിൽ ശരത്തിനെയാണ് എരുമപ്പെട്ടി ശ്രീകൃഷ്ണ സിൽവർ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തത്. സഫിയയുടെ കൈകളിൽ നിന്നും ഊരിയെടുത്ത വളകളിലൊന്നാണ് പ്രതി ശരത്ത് എരുമപ്പെട്ടിയിലെ സ്വർണ്ണാഭരണ കടയിൽ വിൽപ്പന നടത്തിയത്. 1 പവൻ തൂക്കമുള്ള വളയ്ക്ക് 1 ലക്ഷം രൂപയാണ് ലഭിച്ചത്. കോടതി റിമാൻഡ് ചെയ്തിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് റിക്കവറി നടപടികൾ നടത്തിയത്. ചെറുതുരുത്തി പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ, SI-മാരായ KR ജസ്റ്റിൻ, സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഫോറൻസിക് വിഭാഗവും തെളിവെടുപ്പിനുണ്ടായിരുന്നു. കടുകശ്ശേരി തച്ചോത്ത് വീട്ടിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ 70 വയസ്സുള്ള സഫിയ ഏപ്രിൽ 11-നാണ് കൊല്ലപ്പെട്ടത്. തനിച്ച് താമസിച്ചിരുന്ന സഫിയയെ വൈകുന്നേരം പ്രതി വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. സഫിയയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും വളകളും പ്രതി കവർന്നു. ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ആഭരണങ്ങൾ കാണാതായതും ശരീരത്തിലെ ചെറിയ മുറിപ്പാടുകളും സംശയത്തിനിടയാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സഫിയയുടെ വീടുമായി അടുപ്പം പുലർത്തുകയും ഇവർക്ക് സഹായിയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ശരത്താണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയത്. ശരത്തിന്റെ വീട്ടിലെ കുളിമുറിയിൽ നിന്നും സഫിയയുടെ സ്വർണമാലയും 3 വളകളും പോലീസ് കണ്ടെടുത്തിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ 1 വള വിൽപ്പന നടത്തിയതായി പ്രതി അറിയിച്ചത്. പിതാവിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ പെട്ടി ഓട്ടോയിൽ നിന്നും തെറിച്ചു വീണ് 6 വയസ്സുകാരൻ മരിച്ചു. കോതച്ചിറ പുത്തൻപീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഹൈസിനാണ് അപകടത്തിൽ മരിച്ചത്. ചാലിശ്ശേരി ആലിക്കരയിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പിതാവിനൊപ്പം പെട്ടിയോട്ടോയുടെ മുൻവശത്തെ ക്യാബിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ഹൈസിൻ. യാത്രക്കിടെ അപ്രതീക്ഷിതമായി വാഹനത്തിന്റെ ഡോർ തുറന്ന് കുട്ടി റോഡിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ വാഹനത്തിന്റെ പിൻചക്രം കുട്ടിയുടെ ദേഹത്തുകൂടി കയറിയിറങ്ങി. ഗുരുതരമായി പരിക്കേറ്റ ഹൈസിനെ ഉടൻ തന്നെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീടിന് സമീപത്തെ പാടത്തേക്ക് മീൻ പിടിക്കാൻ പോകുന്നതിനിടെയാണ് നാടിനെ നടുക്കിയ ഈ അപകടം സംഭവിച്ചത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി. ഹസീനയാണ് മാതാവ്. ഹസ്ന ഫാത്തിമ, ഹിസാന ഫാത്തിമ എന്നിവർ സഹോദരിമാരാണ്. ജീവനെടുത്ത പെട്ടിയോട്ടോയുടെ മുകളിൽ ഇപ്പോഴും ഹൈസിൻ എന്ന പേര് തെളിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ ആ പേരിനുടമയായ 6 വയസ്സുകാരൻ ഇനി ഉപ്പയുടെ കൂടെ യാത്രകൾക്കില്ല എന്ന സത്യം ചാലിശ്ശേരി ആലിക്കര ഗ്രാമത്തിന് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. വെറുമൊരു മകനായിരുന്നില്ല ഹൈസിൻ. ഉപ്പ ഹനീഫയ്ക്ക് അവൻ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനായിരുന്നു. ഉപ്പ എവിടെ പോയാലും നിഴലുപോലെ ഹൈസിനും കൂടെയുണ്ടാകും. ഇന്നും പതിവ് പോലെ മീൻ പിടിക്കാനായി പാടത്തേക്ക് പോകാൻ ഉപ്പയ്ക്കൊപ്പം ഓട്ടോയുടെ മുൻസീറ്റിൽ കയറിയതായിരുന്നു ഹൈസിൻ. എന്നാൽ വിധി ഒരു തുറന്ന വാതിലിന്റെ രൂപത്തിൽ ആ കുഞ്ഞിന്റെ ജീവൻ കവർന്നെടുത്തു. യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഓട്ടോയുടെ വാതിൽ തുറന്നുപോയതും ഹൈസിൻ റോഡിലേക്ക് തെറിച്ചു വീണതും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. സ്വന്തം കൺമുന്നിൽ തന്റെ മകൻ വണ്ടിക്കടിയിലേക്ക് വീഴുന്നത് കാണേണ്ടി വന്ന ആ പിതാവിന്റെ അവസ്ഥ വാക്കുകൾക്കും അപ്പുറമാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹൈസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. എല്ലാ യാത്രകളിലും ഉപ്പയ്ക്ക് തുണയായിരുന്ന കുരുന്നിന്റെ വേർപാട് ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇനി ആ ഓട്ടോ ഓടുമ്പോൾ ക്യാബിനിൽ ആ കൊച്ചു കുസൃതിയുണ്ടാവില്ല. എങ്കിലും ആ വണ്ടിക്ക് മുകളിൽ ഹൈസിന്റെ പേര് മായാതെ കിടപ്പുണ്ട്, ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി. SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നാളെ സമാപിക്കും. പട്ടാമ്പി മേഖലയിൽ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലും വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പുകൾ നടക്കുന്നത്. ഇത്തവണത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നാളെ സമാപിക്കും. പട്ടാമ്പി മേഖലയിൽ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളും വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടത്തിയിരുന്നത്. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 വിഷയങ്ങളിലുള്ള പേപ്പറുകളായിരുന്നു മൂല്യനിർണ്ണയം നടത്തിയത്. ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം ഫസ്റ്റ് പേപ്പർ,
സോഷ്യൽ സയൻസ് എന്നീ പരീക്ഷകളിലെ ഉത്തരപ്പേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് നടുവട്ടം സ്കൂളിൽ നടന്നത്. 4 വിഷയങ്ങളിലായി 57,137 പേപ്പറുകളാണ് ഇവിടെ മൂല്യനിർണ്ണയം നടത്തിയത്. ഏപ്രിൽ 16-നാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് ആരംഭിച്ചത്. മെയ് 2-ന് സമാപിക്കും. നല്ല നിലയിൽ തന്നെയാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് മുന്നോട്ട് പോയതെന്നും എല്ലാ വിഭാഗം അധ്യാപകരുടെയും സഹകരണം ക്യാമ്പിലുണ്ടായെന്നും ക്യാമ്പ് ഓഫീസറും സ്കൂൾ പ്രധാനാധ്യാപികയുമായ രാധിക പറഞ്ഞു. 4 വിഷയങ്ങളിലായി 57,131 പേപ്പറാണ് നമ്മുടെ സ്കൂളിൽ വന്നിട്ടുള്ളത്. ഏപ്രിൽ 16 മുതൽ ആരംഭിച്ച വാല്യുവേഷൻ ക്യാമ്പ് മെയ് 2-ഓടുകൂടിയാണ് അവസാനിക്കുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, മലയാളം, ഫസ്റ്റ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലായിട്ടാണ് ഇവിടെ ക്യാമ്പ് നടക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല പ്രതികരണമാണ് ക്യാമ്പിനുണ്ടായിട്ടുള്ളത്. എല്ലാവരും വളരെ നന്നായിട്ട് ക്യാമ്പിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പ് വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മാറിയ പാഠപുസ്തകങ്ങളായിരുന്നു ഇത്തവണ SSLCക്ക് ഉണ്ടായത്. എന്നാൽ ഇതിന്റെ ഒന്നും പ്രശ്നങ്ങൾ ഉത്തരപേപ്പറുകളിൽ കാണാനായിട്ടില്ലെന്ന് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർ പറഞ്ഞു. A+കളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിട്ടില്ലെന്നും മികച്ച നിലവാരമാണ് പല പേപ്പറുകളിലും കാണാനായതെന്നും അധ്യാപകർ സൂചിപ്പിച്ചു. നമ്മളിപ്പോ ഈ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം മാറിയ ഒരു വർഷമാണ് ആദ്യത്തെ വർഷമാണ് ഇപ്പോൾ വാല്യുവേഷൻ ഉള്ളത്. ഇപ്പൊ ചോദ്യപേപ്പറിലും ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ കാര്യമായിട്ടുള്ള ഒരു അപകടങ്ങളൊന്നും ഈ ഉത്തരപേപ്പറുകളില്ല. വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയിൽ അടുക്കും ചിട്ടയോടെ എഴുതിയുള്ള കുട്ടികളും ഉണ്ട്. A+കളുടെ എണ്ണം വലിയ കാര്യമായിട്ട് കുറവുണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിലും കുട്ടികൾ ആ ഒരു സിസ്റ്റത്തോട് മാക്സിമം നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് വാല്യുവേഷനിലുള്ള നമുക്ക് തോന്നുന്ന ഒരു അനുഭവം ഉള്ളത്. അല്ലാതെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ തോതിൽ കുട്ടികൾക്ക് ഗ്രേസ് അല്ലെങ്കിൽ ഗ്രേഡ് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ക്യാമ്പുകൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികളിൽ നിന്നും നല്ല പ്രതികരണമാണ് നമുക്ക് പേപ്പറുകളിൽ നിന്ന് കാണാനും കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുനഃക്രമീകരിച്ച മൂല്യനിർണ്ണയ ക്യാമ്പാണ് നാളെ സമാപിക്കുന്നത്. സംസ്ഥാനത്തെ 89 ക്യാമ്പുകളാണ് ഇതിനായി സജ്ജമാക്കിയിരുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷണ മൂല്യനിർണ്ണയ ക്യാമ്പും നടക്കുന്നുണ്ട്. 10 ദിവസങ്ങളായാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് നടത്തിയത്. 3 ഘട്ടങ്ങളിലായിരുന്നു ക്യാമ്പ്. ലോട്ടറി അടിച്ചെന്ന് വിശ്വസിപ്പിച്ച് ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് 11,000 രൂപ കവർന്നെന്ന് പരാതി. ടിക്കറ്റിലെ നമ്പർ തിരുത്തിയാണ് ഭിന്നശേഷിക്കാരനായ വരവൂർ സ്വദേശിയിൽ നിന്ന് പണം തട്ടിയത്. വരവൂർ കക്കാട് വീട്ടിൽ വിനോദിൽ നിന്നാണ് നമ്പർ തിരുത്തിയ ടിക്കറ്റ് നൽകി പണം തട്ടിയത്. മുച്ചക്ര വാഹനത്തിൽ മുള്ളൂർക്കരയിൽ നിന്നും വരവൂർ ഭാഗത്തേക്ക് ലോട്ടറി വാങ്ങി വരികയായിരുന്നു വിനോദ്. ഇരുനിലങ്കോട് NN നഗറിന് സമീപത്ത് വെച്ച് സ്കൂട്ടറിലെത്തിയയാൾ KW 807943 എന്ന നമ്പറിലുള്ള 11 ലോട്ടറികൾ 1000 രൂപ വീതം അടിച്ചു എന്ന് പറഞ്ഞ് വിനോദിന് നൽകുകയും 73 ടിക്കറ്റുകൾ എടുത്തതിനു ശേഷം ബാക്കി തുകയായ 7350 രൂപ വിനോദിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്തു. ടിക്കറ്റ് എടുക്കുന്നത് അവിടുന്ന് ലോട്ടറി വിറ്റ് നാളത്തെ ലോട്ടറി എടുത്തു വരുമ്പോഴാണ് ഒരു 18 ടിക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ നാളത്തെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, മറ്റന്നത്തെ 2ാമത്തെ ടിക്കറ്റ്. അതും കൂടിയിട്ട് ഒരാൾ ടിക്കറ്റ് എടുത്തു. ആൾക്ക് 14,000 അടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുത്തത്. 43 അടിച്ചെന്ന് പറഞ്ഞാണ് 25-ാം തീയതിത്തെ ടിക്കറ്റ്. അപ്പോൾ അത് അടിച്ച് നോക്കിയപ്പോൾ കടയിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ 79-48 കാണുന്നത്. തുടർന്ന് വിനോദ് ലോട്ടറിയുമായി ഏജൻസിയിലെത്തി സ്കാൻ ചെയ്തപ്പോഴാണ് അവസാനത്തെ അക്കം 8 എന്നത് 3 തിരുത്തി തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് വിനോദ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ നമ്പറാണ് തട്ടിപ്പ് നടത്തിയയാൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി. മനുഷ്യത്വരഹിതമായ രീതിയിൽ തന്നെ കബളിപ്പിച്ചയാളെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് വിനോദ്. നാടെങ്ങും ലോക തൊഴിലാളി ദിനാചരണം. പട്ടാമ്പിയിൽ CITUവിന്റെ നേതൃത്വത്തിൽ മെയ്ദിന സംഗമം സംഘടിപ്പിച്ചു. NN കൃഷ്ണദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ലോക തൊഴിലാളി ദിനാചരണമാണ് മെയ്ദിനമായി നാടെങ്ങും ആചരിച്ചത്. പട്ടാമ്പിയിൽ CITUവിന്റെ നേതൃത്വത്തിൽ മെയ്ദിന സംഗമം സംഘടിപ്പിച്ചു. PK രാജൻ സ്മാരകത്തിൽ വെച്ചായിരുന്നു സംഗമം ഒരുക്കിയത്. CPI സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സിദ്ധാന്തം അപ്രസക്തമായില്ലേ ഈ ഉദാഹരണം വെച്ച് ചോദിക്കുന്നവരുണ്ട്. അവരോട് നമ്മൾ തിരിച്ചു ചോദിക്കണം, എന്തിനാണ് ഒരു കൊല്ലം 5 കോടി രൂപ ഈ സിലിക്കോൺ വാലിയിലെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ഈ 21 വയസ്സുള്ള പെൺകുട്ടിക്ക് കൊടുക്കുന്നത്? ആ പെൺകുട്ടി സ്വന്തം ബുദ്ധിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ ഒരു കൊല്ലം 500 കോടി രൂപയ്ക്കാണ് ആ കമ്പനി വിൽക്കുന്നത്. ഈ പെൺകുട്ടിയുടെ തലച്ചോറ്, ആ പെൺകുട്ടിയുടെ പ്രതിഭയിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുന്ന
സോഫ്റ്റ്വെയർ ഉൽപ്പന്നം ആ കമ്പനി ഒരു കൊല്ലം 500 കോടി രൂപയ്ക്ക് വിൽക്കുന്നു. 5 കോടി രൂപ ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. ബാക്കി 495 കോടി രൂപ ഈ പെൺകുട്ടിയുടെ സ്വന്തം പ്രതിഭയിൽ നിന്ന് ആ പെൺകുട്ടി വികസിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ പ്രതിഫലമായി കമ്പനി എടുക്കുന്നു. ഇതിനെയാണ് മാർക്സും ഏംഗൽസും ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ഈ ചൂഷണം നിലനിൽക്കുന്നിടത്തോളം കാലം വർഗസമരം തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര കോടി ശമ്പളം കിട്ടുന്നു, എത്ര വലിയ വീടുകളിൽ താമസിക്കുന്നു, എത്ര വലിയ കാറുകൾ ലഭിക്കുന്നു, എത്ര മനോഹരമാവുന്നു നമ്മുടെ ജീവിതം എന്നുള്ളതല്ല പ്രശ്നം. മനുഷ്യന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് മൂലധനം തടിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തെയാണ് ചൂഷക വ്യവസ്ഥ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ചൂഷണം നിലനിൽക്കുന്നിടത്തോളം കാലം വർഗസമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വർഗസമരം തുടർന്ന് സോഷ്യലിസത്തിലേക്കും വർഗരഹിത സമൂഹത്തിലേക്കും ഇന്നോ നാളെയോ എത്തുന്നല്ല ഞാൻ പറയുന്നത്. CITU ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായിരുന്നു. AV സുരേഷ്, TV ഗിരീഷ്, T ഷാജി, ഉഷാകുമാരി, PM രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആനക്കര ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും CPIM ആനക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന P വേണുഗോപാലിന് നാട് കണ്ണീരോടെ വിട നൽകി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കുമ്പിടി തോട്ടഴിയം പരദേക്കോട്ടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി. കുമ്പിടി GT-JB സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപകനായിരുന്ന അദ്ദേഹം അധ്യാപന ജീവിതത്തിനൊപ്പം തന്നെ പൊതുരംഗത്തും സജീവമായിരുന്നു. CPIM തൃത്താല ഏരിയ കമ്മിറ്റി മുന്നംഗം, ആനക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ, ആനക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. മരണപ്പെടുമ്പോൾ CITU തൃത്താല ഡിവിഷൻ കമ്മിറ്റി അംഗം, കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം, കുമ്പിടി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് MT വാസുദേവൻ നായർ സ്മാരക വായനശാല പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചു വരികയായിരുന്നു. റിട്ടയർഡ് അധ്യാപിക സരളയാണ് ഭാര്യ. സജിത്, ശ്രീജിത്ത്, രഞ്ജിത്ത് എന്നിവർ മക്കളും വർഷ, സുഷിത എന്നിവർ മരുമക്കളുമാണ്. ഗംഗാധരൻ, രവീന്ദ്രാനന്ദൻ, ഗോവിന്ദൻ, ശശി, വിജയലക്ഷ്മി എന്നിവർ സഹോദരങ്ങളാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മെയ് ദിനത്തിൽ പട്ടാമ്പിയിൽ മയിൽവാഹനം കൂട്ടുകുടുംബം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സംഗമം ഒരുക്കി. വെൽക്കം ടൂറിസ്റ്റ് ഹോമിലായിരുന്നു കൂട്ടായ്മ ഒത്തുചേർന്നത്. ഗതാഗത രംഗത്ത് ഷൊർണൂർ കേന്ദ്രമാക്കി 1970 മുതലാണ് മയിൽവാഹനം മോട്ടോഴ്സ് പ്രവർത്തനം ആരംഭിച്ചത്. ബസ് ഗതാഗത രംഗത്ത് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ സംവിധാനം കൂടിയായിരുന്നു മയിൽവാഹനം മോട്ടോഴ്സ്. നിലവിൽ ബസ് ഗതാഗത രംഗത്ത് മയിൽവാഹനം ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം നാമമാത്രമായി ചുരുങ്ങിയെങ്കിലും ആദ്യ കാലഘട്ടം മുതൽ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇപ്പോൾ ഒന്നിക്കുന്നത്. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മെയ് ദിനത്തിൽ പട്ടാമ്പിയിൽ സംഗമം ഒരുക്കിയത്. ഗൃഹാതുര സ്മരണകൾ ഉണർത്തിയായിരുന്നു സംഗമം. മയിൽവാഹനം കൂട്ടുകുടുംബം വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൂടിയായിരുന്നു സംഗമം ഒരുക്കിയത്. മയിൽവാഹനം ഗ്രൂപ്പ് ഉടമകളായ മോഹനൻ, ഗീത എന്നിവർ ചേർന്ന് ബദ്ധദീപം തെളിയിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. രാജ്മോഹൻ, മോഹനൻ എന്നിവർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഗോപി വാടാനംകുറിശി സംഘടന റിപ്പോർട്ടും ഗോപി മരുതൂർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പ്രഭാത് കുമാർ, ഉണ്ണിക്കുട്ടൻ, ഉദയൻ മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. കനത്ത വേനൽ ചൂടിൽ വലയുന്ന വഴിയാത്രക്കാർക്ക് തണലായി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി കൂറ്റനാട് സെന്ററിൽ ദാഹജല വിതരണം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ സെക്രട്ടറി KG സണ്ണി, ജില്ലാ വൈസ് പ്രസിഡന്റ് TVM അലി, ജില്ലാ ട്രഷറർ പ്രദീപ് ചെറുവാശ്ശേരി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഇസ്മായിൽ പെരുമണ്ണൂർ, V രഘുകുമാർ, SM അൻവർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സെന്ററിലെ വിവിധ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ യാത്രക്കാർ, കാൽനട യാത്രക്കാർ, ബസ് ജീവനക്കാർ, തൊഴിലാളികൾ, ബസ് യാത്രക്കാർ എന്നിവർക്കായി 1/2 ലിറ്റർ വീതമുള്ള 300-ലധികം കുപ്പിവെള്ളം വിതരണം ചെയ്തു. മേഖലാ രക്ഷാധികാരികളായ വീരാവുണ്ണി മുള്ളത്ത്, ഉമാശങ്കർ എഴുമങ്ങാട്, മേഖലാ ജോയിന്റ് സെക്രട്ടറി മധു കൂറ്റനാട്, മേഖലാ വൈസ് പ്രസിഡന്റുമാരായ ശിവപ്രസാദ്, ഷിബിൻ കോക്കാട്, മെമ്പർമാരായ ബാബു ആനക്കര, CV മുസ്തഫ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AC ഗീവർ ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.